So today we are going to learn about the weather condition. Okay. So what do you mean by weather? So as you can see today, how is the weather? It's a heavily raining, right? And the weather it's raining heavily. So what do you mean by weather? Weather is a condition of the atmosphere in a particular place at a particular time. It is the condition of the atmosphere. Nammade antarikshyathinte condition. In a particular place, oru sthalathu oru particular time ilulla അന്തരീക്ഷത്തിന്റെ കണ്ടീഷനെയാണ് നമ്മൾ ഏതാണ് അന്തരീക്ഷത്തിന്റെ അവസ്ഥയാണ് നമ്മൾ വെതർ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് തന്നെ നോക്കി അറിയാം എന്താണ് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലായിടത്തും എന്താണ് ഇറ്റ്സ് റെയിനിങ്, നല്ല മഴയാണ് അല്ലെ. സോ അന്തരീക്ഷത്തിന്റെ ഇന്നത്തെ വെതർ എങ്ങനെയാണ്? It's a rainy day, heavily rainy day. So today weather is raining. It's a rainy day today. So weather, what do you mean by weather? It is the condition of the atmosphere in a particular place at a particular time. ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സമയത്തുള്ള അന്തരീക്ഷത്തിന്റെ അവസ്ഥയാണ് നമ്മള് weather എന്ന് പറയുന്നത്. Okay. So what do you mean by season? We experience different seasons like summer, winter, monsoon, autumn and spring during a year. അല്ലെ, നമ്മൾ ഒരു വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് we got different season. നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് a season stays for a long time, but each day of a season has a particular weather. നമ്മള് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്താണ് ഡിഫറെന്റ് സീസൺസ് അല്ലെ. സീസൺ എന്തൊക്കെയാണ് സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ളത്? റെയിനി സീസൺ അല്ലെ, സമ്മർ സീസൺ, പിന്നെന്താണ് ഓട്ടം, സ്പ്രിംഗ്. സോ സീസൺ എന്ന് പറഞ്ഞാൽ കുറെ നാളെ നിലനിൽക്കും അല്ലെ. സോ എങ്ങനെയാണ് ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ റെയിനി സീസൺ എടുക്കുകയാണ് അല്ലെ, മൺസൂൺ. സോ മൺസൂൺ നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓൾമോസ്റ്റ് എന്താണ് ജൂണിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറ്റ് വിൽ ലാസ്റ്റ് അപ് ടു സെപ്റ്റംബർ അല്ലേ. സോ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഏകദേശം 4 മാസത്തോളം എന്താണ് റെയിനി സീസൺ അല്ലെങ്കിൽ മൺസൂൺ സീസൺ. സോ സീസൺ ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം, സ്റ്റേസ് ഫോർ എ ലോങ് ടൈം. ഒരു സീസൺ തുടങ്ങിയിട്ട് തീരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും അല്ലെ. നമ്മൾ പഠിച്ച പോലെ മൺസൂൺ it will start by the month of June and it will end almost by the month of September. So almost 4 മാസത്തോളം ആ ഒരു കണ്ടീഷൻ നിലനിൽക്കും. So that is called what? Season. Season stays for a long time. അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്മർ, വേനൽക്കാലം, it is also a season അല്ലെ. സമ്മർ സീസൺ എപ്പോഴാണ് വരുന്നത്? സാധാരണ മാർച്ച് തൊട്ട് മെയ് വരെയുള്ള സമയത്താണ് നമ്മൾ സമ്മർ സീസൺ കാണപ്പെടുന്നത് അല്ലെ. സോ ദാറ്റ് ഈസ് ഓൾസോ അഗെയിൻ ഇറ്റ് ഈസ് ലാസ്റ്റിംഗ് ഫോർ എ ലോങ് ടൈം. പിന്നെ ഏതാണ് വരുന്നത്? വിന്റർ, തണുപ്പുകാലം. തണുപ്പുകാലം എപ്പോഴാണ് വരിക? ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ഡിസംബർ ടു ഫെബ്രുവരി അല്ലെ. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലാസ്റ്റിംഗ് ഫോർ അറൌണ്ട് 3 months അല്ലെ. പിന്നെ ഓട്ടം. ഓട്ടം എന്ന് പറയുന്ന സീസൺ എപ്പോഴാണ് വരുന്നത്? ഒക്ടോബർ, നവംബറിലാണ് ഓട്ടം എന്ന് പറഞ്ഞ സീസൺ വരുന്നത് അല്ലെ. ഓട്ടം സീസണിൽ എന്താണ് വരുന്നത്? നമ്മുടെ ഇലയൊക്കെ, മരത്തിന്റെ ഇലയൊക്കെ പൊഴിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പർട്ടിക്കുലർ സീസൺ ആകുമ്പോഴത്തേക്ക് എന്താണ് മരത്തിന്റെ ഇലയൊക്കെ പൊഴിഞ്ഞു പോകും അല്ലെ. സോ ഒക്ടോബർ, നമ്മുടെ മൺസൂൺ കഴിഞ്ഞതിന് ശേഷം എന്താണ് ഒക്ടോബർ ടു നവംബർ ആ സീസൺ വരുമ്പോഴാണ് ഓട്ടം സീസൺ എന്ന് നമ്മൾ പറയുന്നത്. അതുകൂടാതെ ഒരു സീസൺ കൂടെ ഉണ്ട്, സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞു വരും. സ്പ്രിംഗ് സീസൺ എപ്പോഴാണ് വരുന്നത്? വിന്ററിന്റെയും സമ്മർ, വിന്റർ കഴിഞ്ഞിട്ട് സമ്മർ തുടങ്ങുന്ന ഇടയിലുള്ള ഗ്യാപ്പിലാണ് സ്പ്രിംഗ് സീസൺ വരുന്നത്. സോ ഓൾമോസ്റ്റ് വി ആർ ഗെറ്റിംഗ് എന്താണ് നമുക്കൊരു 5 സീസൺ നമുക്ക് കിട്ടുന്നുണ്ട്. ചില സീസൺ ഒന്നും എല്ലാ സ്ഥലത്തും ഇപ്പൊ നമുക്കിപ്പം തണുപ്പ് കാലം ഒന്നും അത്ര സിവിയർ ആയിട്ട് നമ്മൾ അനുഭവപ്പെടുന്നില്ല. നമ്മള് നോർത്തിലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡിസംബർ ടു ഫെബ്രുവരിയിലൊക്കെ അവിടെ ഭയങ്കര തണുപ്പാണ്. സോ നമുക്കൊന്നും കേരളത്തിലൊന്നും നമുക്ക് അത്ര സിവിയർ ആയിട്ട് നമ്മൾ തണുപ്പ് അനുഭവപ്പെടുന്നില്ല. സോ ചില സ്ഥലങ്ങളിൽ ഈ ടൈമിന് വേരിയേഷൻ വരും. എന്നാലും മേജർ ആയിട്ട് നമ്മൾ സീസൺ ഏതൊക്കെയാണ് പറയുന്നത്? സ്പ്രിംഗ്, വിന്റർ, സമ്മർ, മോൺസൂൺ ആൻഡ് ഓട്ടം. സോ സീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ സ്റ്റേ ഫോർ എ ലോങ് ടൈം അല്ലെ. സീസൺ കുറെ നാള് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സീസൺ എന്ന് പറയുന്നത്. ബട്ട് ഈച്ച് ഡേ ഓഫ് എ സീസൺ ഹാസ് എ പെർട്ടിക്കുലർ വെതർ. അതേസമയം വെതർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് സമയം ഒരു സ്ഥലത്ത് ആ പ്രത്യേക സമയത്ത് കുറച്ച് സമയം കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്താണ് അന്തരീക്ഷത്തിന്റെ അവസ്ഥയാണ് നമ്മൾ
വെതർ എന്ന് പറയുന്നത്. സോ ഓരോ സ്ഥലത്തും ഓരോരോ സമയത്ത് എന്താണ് വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയായിരിക്കും. ഇപ്പൊ ടീച്ചറിന്റെ വീട്ടിൽ ചിലപ്പോൾ ഇപ്പൊ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ 1-2 കിലോമീറ്റർ അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് ചിലപ്പോൾ ആ സ്ഥലത്ത് അത്ര ഹെവി ആയിട്ട് മഴ പെയ്യണമെന്നില്ല. സോ ഇറ്റ് വേരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് അല്ലെ. ഓരോരോ സ്ഥലത്തെയും അന്തരീക്ഷത്തിന്റെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കും ഓരോരോ സമയത്തും. ചിലപ്പോ ചിലർ പറഞ്ഞു കേട്ടില്ലേ, നിങ്ങളുടെ അവിടെ മഴ പെയ്യുന്നുണ്ട് പക്ഷെ എന്റെ അടുത്ത് മഴ പെയ്യുന്നില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. ചിലപ്പോ 1-2 കിലോമീറ്റർ ഡിഫറൻസിന്റെ ഇടയിൽ ചില സ്ഥലത്ത് മഴ പെയ്യും, ചില സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ടാവില്ല. സോ ഇറ്റ് വേരീസ് അക്കോർഡിംഗ് ടു പ്ലേസ് ആൻഡ് ഓൾസോ ഫ്രം ടൈം ടു ടൈം. സോ വാട്ട് യു മീൻ ബൈ വെദർ? Weather is the condition of the atmosphere in a particular place at a particular time. Okay, so weather can change from day to day and hour to hour. ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ചിലപ്പോ രാവിലെ നല്ല മഴയായിരിക്കും അല്ലെ, അത് കഴിഞ്ഞ് ചിലപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് മഴയെല്ലാം മാറി വെയിൽ വരാൻ തുടങ്ങും. സോ ഇറ്റ് വേരീസ് ഫ്രം ഡേ ടു ഡേ ആൻഡ് hour to hour. Okay, it can be hot or cold, cloudy or sunny, windy, dry or wet. So പല പല വെതറുകളുണ്ട്. നമ്മള് പറയാറുണ്ട് അല്ലെ, കോൾഡ് തണുപ്പ് വെതർ ആണ്, അല്ലെങ്കിൽ ക്ലൗഡി വെതർ ആണ്, പിന്നെ ക്ലൗഡ് കൊണ്ട് മൂടി നിൽക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ സണ്ണി വെതർ നല്ല വെയിലുള്ള വെതർ, അല്ലെങ്കിൽ വിൻഡി വെതർ നല്ല കാറ്റുള്ള വെതർ, അല്ലെങ്കിൽ ഡ്രൈ അല്ലെങ്കിൽ എന്താണ് ഈർപ്പമുള്ള അവസ്ഥ. സോ അങ്ങനെ പല പല വെതറുകൾ നമുക്ക് കാണാൻ പറ്റും. Like a season, our lifestyle is also depend on weather. So എന്താണ് വെതർ അനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറും അല്ലെ. സോ മഴയൊക്കെ ഉള്ള സമയത്ത് എന്താണ് നമ്മള് വെളിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് ഐദർ വി നീഡ് ടു യൂസ് അംബ്രല്ല യൂസ് ചെയ്യണം, വണ്ടിയിലൊക്കെയാണ് നമ്മൾ റെയിൻകോട്ട് ഇടണം. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് തുണികളും ഡ്രസ്സുകളും വേരിയും അല്ലെ. നല്ല ചൂടുള്ള സമ്മർ ഉള്ള സമയത്ത് വി പ്രിഫർ ടു വെയർ കോട്ടൺ അല്ലെ, കോട്ടൺ പോലത്തെ വസ്ത്രങ്ങളാണ് കൂടുതൽ എല്ലാവരും ധരിക്കുക. നല്ല ചൂടുള്ള സമയത്ത് നല്ല സ്വെറ്റിംഗ് ഒക്കെ ഉള്ള അവസ്ഥയിൽ എന്താണ് നമ്മൾ വി പ്രിഫർ കോട്ടൺ. അതേസമയം നല്ല തണുപ്പൊക്കെ ഉള്ള അവസ്ഥയിലാണെന്നാണ് നമുക്ക് കുറച്ചും കൂടെ കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഇടും അല്ലെ. സോ അവർ ലൈഫ് സ്റ്റൈൽ ഈസ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ വെദർ. ഓക്കെ, then a weather forecast is a prediction of a kind of weather a place will experience during an hour, a day or a week. വെതർ ഫോർകാസ്റ്റ് അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാലാവസ്ഥ പ്രവചനം? രാവിലെ എന്താണ് ടി വി അല്ലെങ്കിൽ റേഡിയോ അല്ലെങ്കിൽ പേപ്പറിൽ എന്താണ് ഇന്ന് പേപ്പറിൽ തന്നെ നോക്കി അറിയാം. നിങ്ങൾ രാവിലെ കണ്ടിട്ടുണ്ടാവും എന്താണ് ഇന്ന് റെഡ് അലേർട്ട് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് കൊടുത്തിരിക്കുന്നു. എന്താണ്? ദാറ്റ് ഈസ് കോൾഡ് വെതർ പ്രഡിക്ഷൻ അല്ലെ. ഇന്ന് ഈ സ്ഥലത്ത് അല്ലെങ്കിൽ എറണാകുളത്ത് ഇന്ന് ഓറഞ്ച് അലേർട്ട് ആണ്. ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. സോ കാലാവസ്ഥ പ്രവചനം ചെയ്യാറുണ്ട് അല്ലെ. ഇന്ന സ്ഥലത്ത് നാളെ ഇങ്ങനെ മഴ ലഭിക്കും. ഇപ്പൊ ബംഗാൾ ഉൾക്കടലില് ന്യൂനമർദ്ദം ഉണ്ടായത് കൊണ്ട് എന്താണ് കേരളത്തിൽ ആകപ്പാടെ മഴ പെയ്യും. ഇങ്ങനെയൊക്കെ നിങ്ങൾ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും, ന്യൂസിൽ അല്ലെ. സോ ദീസ് ആർ കോൾഡ് വാട്ട്? വെതർ പ്രഡിക്ഷൻ. എ വെതർ ഫോർകാസ്റ്റ് ഈസ് എ പ്രഡിക്ഷൻ ഓഫ് എ kind of weather a place will experience during an hour, a day or a week. ഓരോരോ ദിവസത്തില് നമ്മുടെ കാലാവസ്ഥ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ, ഫോർകാസ്റ്റ് വെതർ ഡിപ്പാർട്ട്മെന്റ്. സോ അവരെന്താണ് ഇങ്ങനെ ഓരോ പ്രഡിക്ഷൻ ചെയ്യും. ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇത്ര മഴ പെയ്യും, അല്ലെങ്കിൽ ഇത്ര മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് ക്ലിയർ സ്കൈ ആയിരിക്കും. അങ്ങനെ പ്രഡിക്ഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? വെതർ ഫോർകാസ്റ്റ്. ഓക്കെ, then the weather of a place is predicted with the help of different tools. So weather predict ചെയ്യാൻ വേണ്ടി നമുക്ക് different tools ഉണ്ട്. For example, a weather vane. Weather vane എന്ന് പറഞ്ഞാൽ ഇതാണ് weather vane എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ആരോ ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. It is used to determine the direction of a wind. വിൻഡിന്റെ കാറ്റിന്റെ ദിശ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് weather vane. This is the picture of a weather vane. Then rain gauge. This is the picture of a rain gauge. So rain gauge measures the amount of rainfall in a place at a given time. ഒരു സ്ഥലത്ത് എത്രമാത്രം മഴ പെയ്തു എന്നുള്ള കണക്കെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? വി യൂസ് റെയിൻ ഗേജ്. അതുപോലെ കാറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ്? കടലിലൊന്നും മീൻ പിടിക്കാനൊന്നും പോരെന്നൊക്കെ വെതർ ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യും അല്ലെ. സോ എന്താണ്? കാറ്റിന്റെ ഒക്കെ ഡിറക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് കാറ്റിന്റെ ഡിറക്ഷൻ ഒക്കെ നോക്കിയിട്ടാണ് അങ്ങനെയുള്ള പ്രഡിക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. സോ there are different എന്താണ് ഇൻസ്ട്രുമെന്റ്സ് ടു determine the weather. Okay, so weather vane is used to determine the direction of wind
And rain gauge measures what? The amount of rainfall in a place at a given time. So നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതുപോലത്തെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടാവും അല്ലെ. സോ ദിസ് ഈസ് കോൾഡ് വെദർ പ്രഡിക്ഷൻ അല്ലെ. സോ മൺഡേ 36 ഡിഗ്രി അല്ലെ. എത്ര ചൂടുള്ള സമയത്ത് എന്താണ് 36 ഡിഗ്രി ആണ് ചൂട്, അല്ലെങ്കിൽ രാത്രി 28 ഡിഗ്രി ആണ് ചൂട്. ഇങ്ങനെയുള്ള പ്രഡിക്ഷൻ ചെയ്യുന്ന ബോർഡുകളൊക്കെ നിങ്ങൾ ടി വിയിൽ ന്യൂസ് ഒക്കെ കാണിക്കുമ്പോൾ ഇങ്ങനത്തെ ബോർഡുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ എന്താണ് നെക്സ്റ്റ് ഡേ എന്താണ്, ഇതൊരു വീക്ക്ലി മൺഡേ മെയ് 10 ഏത് ദിവസത്തെയാണ് ചോദിച്ചിരിക്കുന്നത്? മെയ് 10 മൺഡേയിലെ പ്രഡിക്ഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ട്യൂസ്ഡേ, വെനസ്ഡേ ഓരോരോ ദിവസത്തെ വെദറിന്റെ റിപ്പോർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ വെദർ? Whether it is a condition of atmosphere in a particular place at a particular time. What is the difference between weather and season? Season will last for a long time. Season കുറേ നാൾ നിലനിൽക്കും അല്ലെ. ഒരു ടൈം ലിമിറ്റ്, ഒരു സീസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ നാളുണ്ടാവും. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മഴ തുടങ്ങിയിട്ട് തന്നെ ഇപ്പൊ കുറെ നാളായി അല്ലെ. ഏകദേശം ജൂൺ തൊട്ട് നമ്മുടെ കേരളത്തിലെ മൺസൂൺ മഴക്കാലം തുടങ്ങിയതാണ്. സോ സ്റ്റിൽ ഇറ്റ്സ് റെയിനിങ്. ഇപ്പൊ നമ്മൾ ഓഗസ്റ്റ് ആണ്. സോ ഏകദേശം ഒരു 3 മാസത്തോളമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വെദർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇറ്റ് വിൽ നോട്ട് ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. ഇറ്റ് വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ പ്ലേസ് ആൻഡ് അക്കോർഡിംഗ് ടു ദ ടൈം. ടൈമിനും പ്ലേസിനും അനുസരിച്ച് നമ്മുടെ വെദർ കണ്ടീഷൻ മാറിക്കൊണ്ടേ ഇരിക്കും. സോ വെദർ ഈസ് ദ കണ്ടീഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ ഇൻ എ പെർട്ടിക്കുലർ പ്ലേസ് at a particular time. Okay, so now please watch this video. Good grammar and spelling are important, but if you want to write essays that inspire, messages that forge brighter connections, Monster Math presents Counting to 10. Okay, cool. weather Changes from time to time. a season. In our country, we have 3 main seasons. In this chapter,
Weather forecast. Effects of weather. The things we do. Hot winds called people ill. It also influences the type of house we live in and food we eat. People wear different types of clothes. Strong wind. Strong winds are called storm. Summary. Weather changes from day to day. Weather affects our lives in many ways. It influences the type of houses we live in, the food we eat, and the clothes we wear. Advanced information about the weather is called weather forecast. There are four major seasons in India: winter, spring, summer, and autumn.